आज 31 अक्टूबर 2025 शुक्रवार है। सभी को नमस्ते। आज का क्लास इधर ही शुरुआत कर रहा हूँ. അവനെ ഇപ്പോൾ ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ. സംസാരത്തിന്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അവനെ ഇപ്പോൾ ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ. मैं अब उसे इस नजर से नहीं देखता. मैं अब उसे इस नजर से नहीं देखता. I don't see him this way anymore. അവിടെ മേ എന്ന് പറയാൻ കാരണം മലയാളത്തിൽ അത് മേ എന്നില്ലെങ്കിലും അവിടെ അത് അണ്ടർസ്റ്റുഡ് ആണ്. നമ്മൾ പറയുന്നതാരൻ അവനെ ഇപ്പോൾ ഈ വഴിക്കൊന്നും കാണാറില്ല എന്ന് പറയുന്നത് ഞാനാണ്. അപ്പൊ ഹിന്ദിയിൽ അത് പറയുമ്പോഴോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുമ്പോഴോ അതിന് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഐ ഡോണ്ട് സീ ഹിം ദിസ് വേ എനിമോർ. പിന്നെ അവരെ വെച്ചിട്ട് അവരെ ഇപ്പോൾ ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ എന്ന് പറയും അല്ലെ. അബ് ഉൻഹെ അവരെ ഉൻഹെ ഇസ് തരഹ് എന്ന് പറഞ്ഞിട്ട് അത് വേറെ സെന്റൻസ് എന്ന് വിചാരിക്കണ്ട, അങ്ങനെ പറയാം. ഇസ് തരഹ് നെയ് ദേക്കാ ജാത്തെ. അബ് ഉൻഹെ ഇസ് തരഹ് നെഹി ദേക്കാ ജാത്ത. ദേ ആർ നോട്ട് സീൻ ദിസ് വേ എനിമോർ. They are not seen this way anymore. അവർ എന്താ ഈ വഴിക്ക് ഇപ്പൊ വരാത്ത, അങ്ങനെ പറയാറുണ്ട്. അബ് വേ ഇസ് ഓർ ക്യോം നെഹി ആത്തെ. ഇസ് ഓർ ക്യോം നെഹി ആത്തെ. അബ് വേ ഇസ് ഓർ ക്യോം നെഹി ആത്തെ. വൈ ഡോണ്ട് ദേ കം ദിസ് വേ നൗ. ഇതൊക്കെ എല്ലാവരും ഏതാണ്ട് ഒരേ മാറ്റ സെന്റൻസ് ആണെങ്കിൽ പോലും ഹിന്ദിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമ്മളത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ആദ്യത്തെ സെന്റൻസ് മേം അബ് ഉസെ ഇസ് നസർ സെ നെഹി ദേക്ത. രണ്ടാമത് അബ് ഉനെ ഇസ് തരഹ് നെഹി ദേക്ക ജാത്ത. മൂന്നാമത് अब वे इस और क्यों नहीं आते. क्लास इधर ही समाप्त करते हैं. धन्यवाद.